തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത്, ചേലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കണം. ചേലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോൽക്കുമ്പോഴേ ജനവിധി സർക്കാരിനെതിരാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. ഇത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞൊരു അഭിപ്രായമാണ്. കേരളത്തിലെ ഉണ്ടായ ജനവിധി ആകെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് അനുകൂലമായ പ്രതികരണം തന്നെയാണ് ജനങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ നില പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഭാവി ജീവിതത്തിന് സഹായകരമല്ലാത്ത ഒരു രാഷ്ട്രീയ നിലയെ എല്ലാവരും പരിഗണിക്കേണ്ടതുണ്ട്. അത് വർഗീയ ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും രണ്ടും നമ്മുടെ നാടിന് ആപത്താണ്. രണ്ട് വർഗീയതയും ഉയർത്തുന്നത് മതരാഷ്ട്രവാദമാണ്. ഇത് ഇന്ത്യയുടെ മതനിരപേക്ഷ നിലപാടിന് ഒരിക്കലും സഹായകരമാകുന്നതല്ല. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആദ്യം പ്രതികരിച്ചത്, ആഹ്ലാദ പ്രകടനവുമായി രംഗത്ത് വന്നത് SDP ആണ്. SDP-യും ജമാഅത്തെ ഇസ്ലാമിയും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലും UDF-നോടൊപ്പം സജീവമായി അണിനിരന്നിട്ടുണ്ട്. ഈ രണ്ട് പാർട്ടികളെയും UDF-നോടൊപ്പം സജീവമാക്കുന്നതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ആ രാഷ്ട്രീയം കേരളത്തിൽ വികാസം കൈവരിക്കുന്നത് മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സഹായകരമാവില്ല. അത് ഈ ജനവിധിയെല്ലാം അംഗീകരിക്കുമ്പോഴും എല്ലാ വിഭാഗം ആളുകളുടെയും പരിഗണനയ്ക്ക് വിധേയമാകേണ്ടുന്ന ഒരു പ്രശ്നമാണിത്. ചേലക്കരയിലെ ജനവിധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ മനോഭാവം വ്യക്തമാക്കുന്നത് തന്നെയാണ്. പാലക്കാട് കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 3-ാം സ്ഥാനത്താണ് ഇടതുപക്ഷം. ജയിച്ച് മുന്നോട്ട് വരുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പാലക്കാട് ശക്തമായ ത്രികോണ മത്സരം നടന്നിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ വലിയ വോട്ടിനാണ് UDF അവിടെ വിജയം കൈവരിച്ചതെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഈ വർഗീയ കൂട്ടുകെട്ടിന്റെ കൂടി ഭാഗമാണ് വന്നത് എന്നുള്ളത് ഇതിന്റെ വസ്തുത നമ്മൾ അംഗീകരിക്കണം. വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ സ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോൾ വയനാട് ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ്. തോൽവി ഉറപ്പായി മുമ്പ് കണ്ടുകൊണ്ടുള്ള ഒരു നിലയാണല്ലോ അവിടെ നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി എടുക്കാൻ കഴിഞ്ഞത്. എത്ര ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ആ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ജയിക്കില്ല. അതാണ് അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം. അത് മുൻകൂട്ടി തന്നെ എന്നാലും നല്ല മുന്നേറ്റം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. വയനാടിന്റെ പ്രശ്നം ആലോചിക്കുമ്പോൾ 2019 രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വോട്ട്, 2024 രാഹുൽ ഗാന്ധി മത്സര സമയത്ത് കിട്ടിയ വോട്ട്, ഇപ്പോഴത്തെ വോട്ട്, പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ വോട്ട്, ഈ 3 വോട്ടിന്റെയും എണ്ണം പരിശോധിക്കുന്ന സമയത്ത് താരതമ്യേന കുറവാണ്. 2019 നിന്ന് 2024 കുറഞ്ഞു. 2024 നിന്ന് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും UDF-ന് ലഭിച്ച വോട്ടിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഭൂരിപക്ഷത്തിൽ വർധനവുണ്ട്. അത് സ്വാഭാവികമാണ്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചെയ്യാവുന്ന മുഴുവൻ വോട്ട് സമാഹരിച്ചു എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അതാണ് ഇതിന്റെ സ്ഥിതി. അത് ഭാവിയിലുള്ള കേരളത്തിന്റെ ഭാവി തെരഞ്ഞെടുപ്പുകളിലൊന്നും അത് പ്രതിഫലിക്കാൻ പോകുന്നില്ല. ഇതാണ് പൊതുസ്ഥിതി. എല്ലാ ജനവിഭാഗങ്ങളുടെയും ചിന്തയ്ക്ക് വിഷയമാകേണ്ടുന്ന ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ, വർഗീയതയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമായിട്ട് ഉയർത്തുന്നുണ്ട്.
അത് ജനങ്ങൾ പരിഗണിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അംഗീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അംഗീകരിക്കുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ജനവിധി പൊതുവെ ഞാൻ അംഗീകരിക്കുന്നു. എന്നില്ല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. സോറി, നിങ്ങൾ അങ്ങനെയാണ് ധരിച്ചതെങ്കിൽ നിങ്ങളത് തിരുത്തണം. ഈ സഖ്യം കൂടി വന്നതിന്റെ വിജയമാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ സഖ്യത്തിന് പ്രധാനപ്പെട്ട പങ്ക് ഇക്കാര്യത്തിലുണ്ട്. അതല്ലാതെ ഇവർ വന്നതുകൊണ്ടാണ് ജയിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സഖ്യം കേരളത്തിൽ ഉടനീളം രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിലും ഈ വർഗീയ കൂട്ടുകെട്ടുണ്ടായിട്ടുണ്ട്. അതാണ് ഒരു മഴവിൽ സഖ്യം എന്നൊക്കെ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഈ സഖ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിന് ശരിയല്ലാത്ത നിലയിൽ വ്യാഖ്യാനിക്കരുത് ദയവ് ചെയ്തിട്ട്. ഞാൻ പറയുന്നത് ശരിയായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കണം എന്ന് നിലപാടായ. അതെല്ലാം നമുക്ക് പരിശോധിക്കാം. പ്രചരണത്തിന് അതെല്ലാം നമുക്ക് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരന്റെ ബോധത്തെ നിങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്യല്ല. താങ്കൾ ഈ കമ്മ്യൂണിസ്റ്റ് ബോധത്തെ ഇങ്ങനെ ചോദ്യം ചെയ്യല്ല. അത് ഞങ്ങൾക്ക് വിട്. കമ്മ്യൂണിസ്റ്റ് ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് ബോധമുള്ളവരാണല്ലോ. ഞങ്ങളെല്ലാം വിമർശനം അതുകൊണ്ടാണല്ലോ കേൾക്കുന്നത്. പാർട്ടിയെ വിമർശിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പാർട്ടിയെയോ പാർട്ടി നേതൃത്വത്തെയോ വിമർശിക്കാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞിക്കോ? വിമർശനം വേണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്. ആ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ട കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയും ചെയ്യും. അതാണ് ആ കാര്യത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പത്രത്തിന്റെ പരസ്യത്തിന്റെ പ്രശ്നം എല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുത്തിട്ടുണ്ട്. പരസ്യത്തിന്റെ ഇല്ലല്ല, അതും രണ്ട് പത്രത്തിന് മാത്രമല്ല പരസ്യം കൊടുത്തത്, പല പത്രങ്ങൾക്കും പരസ്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരസ്യം കൊടുക്കാറുണ്ട്. ആ പരസ്യത്തിന്റെ കാര്യം നിങ്ങൾക്ക് വിമർശനം ഉണ്ടോ? നമുക്ക് പരിശോധിക്കാം. അത്രയല്ലേ അതിന്റെ പ്രശ്നമുള്ളൂ. അതുപോലെ ഈ ചേലക്കരയിൽ കഴിഞ്ഞ തവണ 39,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച സ്ഥലത്താണ് ഇത്തവണ 12,000 വോട്ടിന്. അപ്പൊ അവിടെ ജയിച്ചു എന്ന് പറയുമ്പോൾ പോലും ഈ ഭൂരിപക്ഷത്തിൽ വലിയൊരു കുറവുണ്ടായിട്ടുണ്ട്. അത് ഭരണവിരുദ്ധ തരംഗത്തിന്റെ ഒരു തെളിവാണെന്നാണ് UDF അവകാശപ്പെടുന്നത്. അത് UDFന് അവകാശപ്പെടാം, താങ്കൾക്ക് അവകാശപ്പെടാം. താങ്കൾക്ക് അവകാശപ്പെടാം. അത് ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് അത് അവകാശപ്പെടാം. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ ഈ ഭൂരിപക്ഷത്തിന്റെ പ്രശ്നം 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്രയായിരുന്നു ഭൂരിപക്ഷം? 5000 വോട്ടല്ലേ ഭൂരിപക്ഷം? ഏറ്റവും വലിയ ജനകീയ അംഗീകാരമുള്ള രാധാകൃഷ്ണൻ മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിലും വോട്ടിന്റെ ഭൂരിപക്ഷം കുറഞ്ഞില്ലേ? 2020 അതിപ്പോ സമീപകാലം നടന്ന തെരഞ്ഞെടുപ്പല്ലേ? അതിനേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചല്ലോ. അങ്ങനെ കുറഞ്ഞത് ഇതിനുള്ള പ്രശ്നമാണെങ്കിൽ വർദ്ധിച്ചത് അതിന്റെ അംഗീകാരമായിട്ട് കാണണ്ടേ? ഞാൻ ഭൂരിപക്ഷം താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ അഭിപ്രായമല്ല പറയുന്നത്. താങ്കൾ പറഞ്ഞ ഈ ചോദ്യത്തിനാണുള്ള ഉത്തരമാണ് ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കമ്മ്യൂണിസ്റ്റ് ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പ്രവർത്തിക്കുന്നത്. ആ ബോധത്തെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല വിമർശനം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രകടിപ്പിച്ചോ. ആ വിമർശനങ്ങൾ പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് ബോധത്തെ ചോദ്യം ചെയ്യുന്ന നിലപാട് സ്വീകരിക്കണം. വിമർശിക്കാം.